ഹലോ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്കൊരു ഹാലോ ഐസ് കാണിക്കാമെന്ന്. ഹാലോ ഐസ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. അതിന്റെ ഒരു ചെറുതായിട്ട് നമ്മൾ എങ്ങനെ ഒരു സാധാ ബിഗിനർക്ക് ചെയ്യാം എന്നുള്ള മട്ടിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് രണ്ട് സൈഡിൽ നമ്മുടെ ഔട്ടർ കോർണറും ഇന്നർ കോർണറും എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കണം. അത് ബ്ലാക്ക് ആവാം, ഡാർക്ക് ബ്രൗൺ ആവാം, ഇല്ലെങ്കിൽ റെഡ് ആകാം. എപ്പോഴും വന്നിട്ട് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് വന്ന് ഡാർക്ക് ഷെയ്ഡ്സ്. എന്നിട്ട് നമ്മൾ മിഡിലിൽ വന്നിട്ട് ഗ്ലിറ്റേഴ്സ് കൊടുക്കാം. അത് ഗ്ലിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഗം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പ്രസ്ഡ് ഗ്ലിറ്റേഴ്സും കിട്ടും. അപ്പൊ ഞാൻ ഇന്ന് അത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഇത് വന്നിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ഐ ഷാഡോ ആണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഫുൾ ഒന്ന് എൻ്റെ ഐലിഡിന്റെ മേളിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്യാൻ പോകും. ഇപ്പൊ ദേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ ജസ്റ്റ് ലൈറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ട് തരത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അതായത് ഇതൊരു ഫ്ലാറ്റ് ബ്രഷ് ആണ്. ഈ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രൗൺ ഐ പെൻസിലോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് ഐ പെൻസിലോ ഫസ്റ്റ് ഔട്ടർ കോർണർ ഇന്നർ കോർണർ കൊടുത്തിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ഷാഡോസ് അപ്ലൈ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. എന്നിട്ട് അത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് സ്മഡ് ചെയ്യാം. അതായത് ഇന്നർ കോർണറിൽ ഐബോളിന്റെ മേളിൽ ഈ ഷെയ്ഡ് വരണ്ട. എപ്പോഴും ഔട്ടർ ആൻഡ് ഇന്നർ വീലാണ് അത് വരേണ്ടത്. അപ്പൊ അതേ കണ്ടില്ലേ, നടുവിൽ വന്നിട്ട് ഒരു വൈറ്റിഷ് കാണുന്നുണ്ട്. ഇനി ഇതിന്റെ ഇന്റൻസിറ്റി, അതായത് ബ്ലാക്ക് ഷെയ്ഡ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ഐ ഷാഡോ തന്നെ ഇതിന്റെ മേളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അകത്തേക്ക് വരാൻ പാടില്ല. ഐബോളിന്റെ ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല. എന്നിട്ട് ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഞാൻ ഒരിക്കൽ കൂടെ അതൊന്ന് ഹാർഷ് ലൈൻസ് വരാതെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതെ, ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി മിഡിൽ പാർട്ടിൽ നമ്മൾ ഒരു ഗ്ലിറ്റർ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ ക്രയോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലിറ്റർ ആണ്. ഇത് വന്ന് ഗോൾഡൻ ആണ്. ഇത് നമുക്ക് ബ്രൈഡ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഒരു ഇന്റൻസിറ്റി കണ്ടില്ലേ? നല്ല ഒരു പിഗ്മെന്റ് കൊടുക്കുന്ന ഒരു സംഭവം. വളരെ ഈസി അല്ലേ? ഒരു രണ്ട് സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐ മേക്കപ്പ് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ? അപ്പൊ ഇതൊരു സാധാ ആൾക്ക് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇനി അടുത്തത് ഞാൻ ഈ കണ്ണും കൂടെ തീർത്തതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ണിന്റെ താഴത്തെ ഇതിൽ നമുക്ക് ഐ പെൻസിൽ വെച്ചിട്ട് നമുക്കൊരു ഷെയ്ഡിങ് കൊടുക്കാം. ഇപ്പൊ അതേ കണ്ണിന്റെ താഴത്തെ ഭാഗത്ത് ഞാൻ ബ്രൗൺ പെൻസിൽ കൊണ്ടിട്ടാണ് അകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ മേലിലേക്ക് യൂസ് ചെയ്ത ബ്ലാക്ക് ഷെയ്ഡ്, അതായത് ബ്ലാക്ക് ഐ ഷാഡോ പൗഡർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്യാണ്. കാരണം അന്നേരം അതിങ്ങനെ പുറത്തോട്ട് ചാടി വരില്ല. അന്നേരം കണ്ണ് ഞാൻ മേളിൽ രണ്ട് കണ്ണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തതെന്താന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കാജൽ വെച്ചിട്ട് കണ്ണിന്റെ അകത്ത് ലൈറ്റായിട്ട് ഒരു സ്മഡ്ജ് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാനൊന്ന് സ്മഡ്ജ് ചെയ്തേക്കുവാണേ. അപ്പോൾ ഇതാണ് ലുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഏത് ഷെയ്ഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റ് ഷെയ്ഡ്സ് രണ്ട് സൈഡിലും ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നടുവിൽ ഗോൾഡൻ കളറോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തരം കോസ്റ്റ്യൂം യൂസ് ചെയ്യുന്നോ അതിന്റെ ഷിമ്മേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു, അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ വളരെ വലിയ ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി ഹാലോ ഐസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.